അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു മറിയം അതിലെ 77, 78, 79, 80 ഈ ആയത്തുകളായിട്ട് വേണ്ടി വിവരിക്കുക ഉദ്ദേശിക്കുന്നത്. മറിയം സൂറത്തിലെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വിവരിച്ചു വന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല രണ്ടാമത് പുനർജന്മ ആക്കട എന്നുള്ളത്, മരിച്ചാൽ പിന്നെ രണ്ടാമതൊരു ഹയാത്തിന്റെ മഹ്ശറിൽ എല്ലാരെയും അള്ളാഹു താല ഒരുമിച്ച് കൂട്ടുക, അതുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൊന്നിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവിടെ ചൊല്ലിയ ഈ ആയത്തുകളിൽ അള്ളാഹു താല വിവരിക്കുന്നത് ആസിബിന് വായിൽ എന്നാല് ഖബ്ബാബിബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചെന്ന് ഖബ്ബാബിബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അവന്റെ ടീച്ചർ വന്നിട്ട് മരിച്ചാൽ പിന്നെ രണ്ടാമത് പുനർജന്മുണ്ട്. അപ്പോ ഈ ഖബ്ബാബിബ്നുൽ അറത്ത് റട്ടിയെ അവൻ ചൊല്ല് എന്നാ അവിടെ അള്ളാഹു താല എനക്ക് എന്താക്കുക സ്വത്ത് സമ്പത്ത് തണ്ട, അപ്പൊ നിന്റെ കടത്തനാണ് വീട്ടിലാണ്. അപ്പൊ ഖബ്ബാബിബ്നുൽ അറത്ത് റളിയല്ലാഹുവിന് കിട്ടക്കുള്ള പൈസ കൊണ്ടിട്ട് കേട്ടിട്ട് അത് കഴിച്ചിട്ട് ചെന്നത് നിങ്ങ മരിച്ചാൽ പിന്നെ രണ്ടാമത് ഹയാത്തുണ്ടല്ലേ, അപ്പൊ ആ ഹയാത്തിന്നപ്പോ രണ്ടാമത് മഹ്ശറല് അവിടെ എന്തുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗത്തിലെ ഞാമത്തുകളുണ്ട്, പട്ടുകളുണ്ട്, ബംഗാറുകളുണ്ട് ഉണ്ടാറല്ലേ. അപ്പൊ അവിടെ അങ്ങനെ എന്താക്കുക നിന്റെ കടത്തിനാണ് വീട്ടിലാണ്. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ ചൊന്ന ആ പലക്കത്തെ പരിഹസിച്ചു കൊണ്ടായിട്ട് അള്ളാഹു താല ചൊല്ലേ അഫറ ഐത നബിയത്തങ്ങ് ചൊന്തറു അല്ലതി ഓർത്തര വിഷയം കഫറ ബി ആയാത്തിന ഞങ്ങളെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ കാഫിറായിട്ട് നിഷേധിച്ചിര. അതായത് ആസിബിന് വായിൽ ഓന്റെ പോലത്തെ ആൾ മാറും, എല്ലാവരും അതിൽ ബന്ധു ഒക്കാൽ എന്നിട്ട് അവൻ ചൊല്ലല ഊതയന്ന മാലം വലത നക്ക് അള്ളാഹു സ്വത്ത് തണ്ട സമ്പത്ത് തണ്ട ചെന്ന ഖിയാമത്തിനല്ല തണ്ടാൻ അല്ല അള്ളാഹുനക്ക് സ്വത്തും സമ്പത്ത് അവിടെ തന്നെ. അപ്പൊ നിന്റെ കടത്തെ വീട്ടിലുണ്ടല്ലേ ചെന്നെ അള്ളാഹു താല അത്തല അൽ ഗൈബ അമിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ ഇന് പറകുള്ള കാര്യത്തെ ഓണിക്ക് എങ്ങനെ കൊന്തയിത്ത് പോയി നോക്കിയാനാ അല്ല അള്ളാഹുടെ ഇട്ടി ഓൺ കരാറാക്കിനാണ് അള്ളാഹു താല കൊണ്ടിട്ട് തൻ്റെ അള്ളാഹു പലക്ക് കൊടുത്തരാണ് കല്ല കാര്യം അങ്ങനെയല്ല. സനത്തുബു അള്ളാഹു താല ചൊല്ലേ കാര്യം അങ്ങനെയല്ല, അവനക്ക് സ്വത്തും സമ്പത്തൊന്നും കൊടുക്കപ്പെടില്ല. അവൻ ചൊല്ലിനെതിരെ ഞങ്ങൾ എൽതൊക്കെ പേനായി കൽപ്പിക്കട വനമുദ്ദലഹു മിനൽ അദാബി മദ്ദ അദാബിടെ ഞങ്ങൾക്ക് അവനക്ക് പിന്നെയും ഏറ്റി കൊടുക്കട എന്നുള്ളാഹു താല. കുഫറുടെ അദാബിടേക്കാൾ പിന്നെയും അവനക്ക് അദാബിടെ. അപ്പൊ കാഫിരിങ്ങൾ എല്ലാവരും നരകത്തിൽ ഒരുപോലെയല്ല, അല്ല കുഫർ അനുസരിച്ച് നമുക്ക് ശിക്ഷ കൂടുതലുണ്ട്. കുഫർ അതായത് ഈ കാഫിറായ വ്യക്തി നരകത്തിൽ ശ്വാസവതനായിട്ടില്ല, പക്ഷെ അവിടെ അനുഭവിക്കുന്ന ശിക്ഷയും ഓന്റെ കുഫറുക അനുസരിച്ചിട്ട്. അപ്പൊ ഓനക്ക് കുഫറുടെ അദാബിടേക്കാൾ പിന്നെയും അദാബിടെ ഞങ്ങൾ ഏറ്റി കൊടുക്കലായിട്ട് അള്ളാഹു തറച്ചൊല്ല് വനരിത്തുഹുമായ പോലും അവൻ ചൊന്നത് ഞങ്ങൾ അവനിൽ നിന്ന് ഊരിയെടുക്കുക. അതായത് ദുനിയാവിൽ നിന്ന് അവന് പുറപ്പെടുമ്പോ അവന് ചെന്നെന്തിനാ നക്ക് സ്വത്ത് സമ്പത്തെല്ലാം അവിടെ കിട്ടും, അതെല്ലാം ഞങ്ങൾ ഊരിയെടുക്കുക. ഖിയാമത്തിനാലും അവൻ വണ്ടേ ഒണ്ടിയായിട്ട് അവിടെ അവനക്ക് എന്തില്ല, സ്വത്തും സമ്പത്തൊന്നും അവനക്ക് ഇല്ല, അവനിൽ നിന്ന് ഞങ്ങൾ അത് കൊടുക്കില്ല എന്ന് അള്ളാഹു താല ചൊല്ല്. അപ്പോ സ്വത്തും സമ്പത്ത് ഉണ്ട് എന്നുള്ളത് ആഖിറത്തിൽ അത് ഉപകാരപ്പെടണമെങ്കിൽ അത് അവനക്ക് എന്ത് വേണം, ഈമാൻ വേണം. ഈമാനില്ലാത്തവനക്ക് അത് ഉപകാരപ്പെടില്ല. അപ്പൊ പറമ്പത്തോടെ സ്വത്തില്ല, അവിടെ സമ്പത്തില്ല, ഒന്നും അവന് കിട്ടുക കൊണ്ടില്ല. അപ്പൊ മുഅ്മിനീങ്ങളിൽ അങ്ങനെയല്ല. മുഅ്മിനീങ്ങളിൽ ഈമാൻ കണ്ടെങ്കിൽ ആ ബന്ധം അവിടെ ഖിയാമത്തിനാൽ ഉപകാരപ്പെടും അല്ലെ. ഇപ്പൊ ചെറിയ മക്ക മരിച്ചൻ കണ്ടെങ്കിൽ മാതാപിതാക്കളെ കൈപ്പിടിച്ചങ്ങ് സ്വർഗത്ത് കൊണ്ടുപോകണ്ടെന്ന് ചൊല്ലില്ലേ, അങ്ങ് ഷഫാത്ത് ചെയ്തത് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഈ കുടുംബ എന്നുള്ള ആ ഒരു ബന്ധം അത് ഉപകാരപ്പെട്ടത് എപ്പാന്നുണ്ടെങ്കിൽ ഈമാൻ എന്നെങ്കിൽ മാത്രം. രണ്ട് ഭാഗത്തു നിന്ന് ഈമാൻ വേണം. ആ ഈമാൻ ഉണ്ട് കണ്ടെങ്കിൽ പിന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തേക്ക് വിളിച്ചോണ്ട് പോകണക്കും അതൊക്കെ അവിടെ ഉപകാരപ്പെട്ട്. അതായത് ചെറിയ മക്കൾ മാതാപിതാക്കളെ കൈപ്പിടിച്ച് സ്വർഗത്ത് കൊണ്ടുപോകേണ്ടത് വിളിച്ചോണ്ട് പോകേണ്ടത്. അപ്പൊ അങ്ങ് ദുനിയാവിലെ സബറെടുത്തതിന്റെ പ്രതിഫലമായിട്ട് അവിടെ എന്താ ഈമാൻ ഉള്ളത് കൊണ്ട് ഉപകാരപ്പെട്ടു. ഈമാൻ ഇല്ലെങ്കിൽ ഒന്നും ഉപകാരപ്പെടില്ല, അവിടെ ശഫാഅത്തും കിട്ടുന്നതുമല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങള് പഠിപ്പിച്ച കാര്യങ്ങൾ അവിടുന്ന്
ഉൾക്കൊള്ളുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചെങ്കിൽ അത് മക്കളെ കൊണ്ടും ആ മക്കളും തഖ്വയും കണ്ടെങ്കിൽ ആഖിറത്തിൽ ഉപകാരപ്പെട്ട് അപ്പൊ ചിലരെ സഹായിക്കുകയും സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുവാട്ടവും അതൊക്കെ അത് കാരണമാവും. അപ്പൊ ഈമാൻ ഇല്ലെങ്കിലും ഒന്നും കിട്ടുന്നതല്ല, അങ്ങനെ അവിടെ ഉപകാരപ്പെട്ടതുമല്ല. അതല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മോന് അല്ലെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു മോന് കാഫിറായതുകൊണ്ട് അള്ളാഹു തആല ചെന്നത് എന്തേ, അത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നുള്ളത്. അപ്പൊ അവിടെ എന്താ ഇല്ല, നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ആ മോന്റെ രക്ഷപ്പെടുത്തുക നൂഹ് നബി അലൈഹി സ്വലാമു സാധിച്ചില്ല. എന്തായിട്ട് ഈമാനില്ല. അപ്പൊ രക്ഷപ്പെടുത്തണമെങ്കിൽ ഖിയാമത്തിനാൽ ഉപകാരപ്പെടണമെങ്കിൽ തീരെ മക്കൾ ഉപകാരപ്പെടില്ല എന്നല്ല, ഈമാൻ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുക, ഈമാൻ ഇല്ലെങ്കിലായിട്ട് ഉപകാരപ്പെടില്ല എന്ന് ചൊല്ലുന്നു. ഇപ്പൊ ഈ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا ഇല്ലൻ തൻവീനും വാവും എന്താ ഇത് കാമ്പിയൊക്കെ ചൊല്ല് മിക്സ് ആയിട്ട് വാവുക്ക് ശ്രദ്ധ വന്നിട്ടായിട്ട് لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن أهدا. عند الرحمن നൂൻ അവിടെ ഇഖ്ഫ ആക്കിയിട്ട് ഉച്ചരിക്കുക. കല്ല സനക്തുബു മാ യഖൂലു വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ തെല്ല് നീട്ടിട്ടായിട്ട് അങ്ങനെ ഇക്കാട്ട് വഖഫ്. അങ്ങനെ ഈ ആയത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അങ്ങനെ തന്നെ വഖഫ്. വനരിതുഹു മാ യഖൂലു വയഅതീനാ ഫറുദാ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പരിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഖൈർ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാതോർത്ത് എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ള ആൾമാർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.